എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്ന, വളരെ പാനിക് ആവുന്ന, അല്ലെങ്കിൽ ഗുരുതരമാവുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനൊത്ത് ഉയർന്നു പ്രവർത്തിക്കുകയും കൃത്യമായി തന്നെ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുകയും എന്നാൽ അതിന് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെയും പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഞങ്ങളുടെ സഹപ്രവർത്തക പൊന്നാനി സ്വദേശിയായ ഡോക്ടർ ഷൈനി. സംഭവം കഴിഞ്ഞ ദിവസം, ഇന്നലെ KSRTC ബസ്സിൽ വെച്ച് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വിവരം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞ വാർത്ത ഇപ്രകാരമായിരിക്കും. അതായത് അമ്മ KSRTC ബസ്സിൽ കയറുന്നു, യാത്രയിൽ വെച്ച് പ്രസവവേദന ഉണ്ടാകുന്നു, ഉടനെ തന്നെ ബസ് അമല ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അമല ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും ബസ്സിലേക്ക് കയറുന്നു. അങ്ങനെ ബസ്സിൽ വെച്ച് പ്രസവം എടുക്കുകയും വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. ഈ സ്ത്രീ തൃശ്ശൂരിൽ നിന്ന് ബസ്സിലേക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചുറ്റുമുള്ള സ്ത്രീകളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ ഷൈനിയോടും അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത് ഡോക്ടർ ആണെന്ന് അറിഞ്ഞിട്ടല്ല അവർ സഹായം അഭ്യർത്ഥിച്ചത്, ഒരു സഹയാത്രികയായ സ്ത്രീ എന്ന നിലയിലാണ്. എന്നാൽ ഡോക്ടർ പറയുകയും, ഞാൻ ഡോക്ടറാണെന്ന് പറയുകയും കൃത്യമായി തന്നെ ആ അമ്മയെ ആശ്വസിപ്പിക്കുകയും അവിടെ വെച്ച് ആ സീറ്റിൽ കിടത്തി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ക്രൗണിങ് എന്ന് പറയുന്ന സ്റ്റേജിലായിരുന്നു. ക്രൗണിങ് എന്ന് പറയുന്ന കുട്ടിയുടെ തല വെളിയിലേക്ക് വരുന്ന ഒരു സ്റ്റേജ്. അവിടെ വെച്ച് കൃത്യമായി തന്നെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത് ആ യാത്രയ്ക്കിടയിൽ, അമല ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ തന്നെ ഈ പ്രസവം പൂർണ്ണമായി നടക്കുകയും അത് പൂർണ്ണമായും കൈകാര്യം ചെയ്തത് ഡോക്ടർ ഷൈനിയാണ്. വണ്ടി അമല ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രസവിച്ച കുട്ടിയെ ഡോക്ടർ ഷൈനി കയ്യിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമല ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും വരികയും അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുകയും അതിനുശേഷമുള്ള ശുശ്രൂഷകളാണ് ചെയ്തത്. എന്നാൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഇപ്രകാരമല്ല. ഇപ്പോഴും ഈ അവിടെ ഉള്ള ഡോക്ടർമാരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത്, ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ ക്രൗണിങ് എന്ന് പറയുന്ന സ്റ്റേജിലായിരുന്നു, അതിനുശേഷം പ്രസവം ഞങ്ങളാണ് എടുത്തത്, അതിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടുത്തെ അമല ആശുപത്രിയിലെ തന്നെ മറ്റൊരു ജീവനക്കാരോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്, ഈ ചുറ്റുമുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികളായ സ്ത്രീകൾ എല്ലാവരും തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന്, ആ കൂട്ടത്തിൽ ഒരു ആയുർവേദ ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു എന്നൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ പറയേണ്ട ഒരു വ്യക്തിയല്ല ഡോക്ടർ ഷൈനി. ആ സിറ്റുവേഷൻ പൂർണ്ണമായും, ആ പ്രസവത്തിന്റെ തുടക്കം മുതൽ ആ കുട്ടിയെ എടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്തത് ഡോക്ടർ ഷൈനിയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു അഭിനന്ദന കത്ത് അമല ആശുപത്രിയിൽ എത്തിയിരുന്നു. ആ കത്തിൽ പോലും ഡോക്ടർ ഷൈനിയെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ഖേദകരമാണ്. ആയുർവേദ ഡോക്ടർമാർക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു ഉത്തരമാണിത്. ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരാണ്. അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഓരോ ഡോക്ടർമാർക്കും സാധിക്കും എന്നുള്ളത് ഡോക്ടർ ഷൈനിയുടെ ഈ ഒരു അവസരത്തിന് ഉയർന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് എല്ലാവരും വ്യക്തമായിട്ടുള്ളതാണ്. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമങ്ങളിൽ പോലും ഡോക്ടർ ഷൈനിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായ സിറ്റുവേഷനെ കൈകാര്യം ചെയ്ത ഡോക്ടർ ഷൈനി തീർച്ചയായിട്ടും അംഗീകാരം അറിയിക്കുന്നു. ഡോക്ടർ ഷൈനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.